നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലും നമ്മൾ മഹാത്മാഗാന്ധി എന്നുള്ള വാല്യൂ ആഡഡ് കോഴ്സിലെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം അതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ കവർ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 3 ബ്ലോക്ക് 1ലെ ലാസ്റ്റ് യൂണിറ്റായ യൂണിറ്റ് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, യൂണിറ്റ് 1ലെയും യൂണിറ്റ് 2വിലെയും കാര്യങ്ങൾ തന്നെയാണ് യൂണിറ്റ് 3യിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് കടക്കുന്നത്. നിങ്ങൾക്ക് ഒരു തവണ അത് മനസ്സിലാക്കിയാൽ തന്നെ ബാക്കി എല്ലാത്തിന്റെയും യൂണിറ്റിൽ അതെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ടും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനും സാധിക്കും. ഓക്കെ, അപ്പൊ യൂണിറ്റ് 3ലേക്ക് പോവാം. ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ഗാന്ധിജിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, എക്സ്പീരിയൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് യൂണിറ്റ് 3ലെ വരുന്ന കാര്യങ്ങൾ. അതായത് നമുക്കറിയാം, അദ്ദേഹം നിയമ പഠനത്തിനായി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തി. അവിടേക്ക് പോവുകയും അവിടെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന അതിക്രമങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇതാണ് അദ്ദേഹം ഒരു ലോ പഠിക്കാൻ, ലോയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, നിയമകാര്യത്തിനായാണ് അവിടെ പോയതെങ്കിലും അവിടെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ നേതാവായി മാറാനുള്ളൊരു കാരണം ഈ ഒരു വർണ്ണവിവേചനം അവിടെ നേരിട്ടു. അദ്ദേഹം നേരിട്ടു നമ്മുടെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഒരു സാമൂഹിക രാഷ്ട്രീയ നേതാവിലേക്ക് അദ്ദേഹം മാറാനുള്ളൊരു കാരണം ഉണ്ടായത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വർണ്ണവിവേചനം 1893 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു മാറ്റം ഉണ്ടായത്, സാമൂഹിക രാഷ്ട്രീയ നേതാവിലേക്കുള്ളൊരു മാറ്റം ഉണ്ടായത്. ഇനി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായ ആ ഒരു വർണ്ണവിവേചനം, അപ്പാർട്ടൈഡ് അങ്ങനെ പറഞ്ഞാൽ വർണ്ണവിവേചനം എന്നാണ് കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളയൻ ഭരണകൂടം, അതായത് വംശീയ വേർതിരിവ് നടപ്പാക്കി. നിങ്ങൾക്കറിയാം വർണ്ണവിവേചനം എന്താണെന്നുള്ളത്, അല്ലെ? കറുത്ത വർഗ്ഗക്കാരോടുള്ള ആ ഒരു പെരുമാറ്റം അത് ഏർപ്പാടാക്കുകയാണ് ചെയ്തത്. അതിൽ ഇന്ത്യക്കാർക്ക് ഒരു പ്രധാന വിവേചനങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഇന്ത്യക്കാർക്ക് പ്രധാനപ്പെട്ട കുറെ വിവേചനങ്ങൾ അവിടെ ഉണ്ടായി. അതില് ഒരു സംഭവമാണ്, ഗാന്ധിജിക്ക് നേരിട്ടൊരു സംഭവമാണ്. അദ്ദേഹം റെയിൽവേ ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്യാൻ നിന്നത്. പീറ്റർ മാരിറ്റ്സ്ബർഗിലെ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ആ ഒരു യാത്ര അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളൊരു വർണ്ണ വിവേചനം അവിടെ ഉണ്ടാവുകയും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ യാത്ര ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇത് കോടതിയിലെ ടർബൻ ധരിച്ചത് നിരോധിക്കൽ, ഈ ഒരു കാര്യം, അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല എന്നുള്ളതും, പിന്നെ കോടതിയിൽ ടർബൻ ധരിച്ചത് നിരോധിക്കൽ, ഈ കാരണങ്ങളുണ്ടായി. പിന്നെ താമസ സ്ഥലം, തൊഴില്, പൊതു ഇടങ്ങളിൽ കർശനമായ വേർതിരിവുകളൊക്കെ നേരിട്ടവര്. പൊതു ഇടങ്ങളിൽ, അതായത് നമുക്ക് ജോലിയിലും നമ്മുടെ താമസ സ്ഥലത്തൊക്കെ പ്രത്യേകം ഒരു വേർതിരിവ് അവിടെ വന്നു. അപ്പൊ ഇതെല്ലാം ഗാന്ധിജി അവിടെ ദക്ഷിണാഫ്രിക്കയിലുള്ള സമയത്ത് നേരിട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ആശയങ്ങളുടെ രൂപീകരണത്തിന് വളരെയേറെ കാരണമാവുകയാണ് ചെയ്തത്. ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെയേറെ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ആഴത്തിലുണ്ടായ ഒരു ആശയങ്ങളാണ്. പല കാര്യങ്ങൾ അദ്ദേഹം അവിടുന്ന് നേരിട്ടതുകൊണ്ട്. വർണ്ണവിവേചനം നേരിട്ടത് ഈ ഒക്കെ രീതിയിലാണ്. കോടതിയിൽ വരുമ്പോൾ ടർബൻ ധരിക്കുന്നത് നിരോധിക്കുക, താമസ സ്ഥലം, അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ പ്രത്യേകം വേർതിരിവ് കണ്ടു. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടെ അവർക്ക് നമുക്ക് ഈ വർണ്ണവിവേചനം കാരണം ഗാന്ധിജിക്ക് പോലും ആ ഒരു ട്രെയിനിൽ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടായി. ഇതെല്ലാം അദ്ദേഹത്തെ പ്രധാന വിവേചനങ്ങളിൽ ഒന്നായി, ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന പ്രധാന വിവേചനങ്ങളായി അദ്ദേഹത്തിന് അത് വളരെയേറെ അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ രൂപീകരണത്തിന് ഒരു വളരെ കാരണമായി. അത്രയും ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം ഇത്രയും അദ്ദേഹത്തിന്റെ ഒരു ആശയത്തിന് ഒരു രൂപീകരണത്തിന് കാരണമാവുകയും പിന്നീടുണ്ടായത് ഒരു സത്യാഗ്രഹത്തിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇതെല്ലാം നേരിട്ടു, അല്ലെ? അപ്പം ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം അദ്ദേഹം രൂപം കൊണ്ടു. അത് സത്യാഗ്രഹത്തിന്റെ പ്രധാന ഘടകങ്ങൾ, സത്യാഗ്രഹം എന്താണെന്ന് നമുക്കറിയാം, അല്ലെ? അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അഹിംസ, വയലൻസ് നെവർ. അതായത് നമുക്കൊരിക്കലും ഒരു അഹിംസയിൽ എന്ന് പറഞ്ഞാൽ വയലൻസ് ഇല്ല, നോൺ വയലൻസ് എന്നുള്ളൊരു ഘട്ടമാണ്. അതുപോലെ സത്യം മാത്രം മുതൽക്കൂട്ടായി വെക്കുക. മറ്റൊന്ന് ആത്മശുദ്ധി. പിന്നീട് അനീതിക്കെതിരെ സമാധാനപരമായ പ്രതിരോധം.
വയലൻസ് ഇല്ലാതെ നമ്മൾ ആ ഒരു എന്താണോ ആ ഒരു പ്രതിരോധിക്കേണ്ട കാരണം, അനീതിക്കെതിരെ എന്താണോ നമ്മൾ പിന്നെ പ്രതിരോധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാന ഘടകങ്ങളായിരുന്നു. ശ്രദ്ധിക്കുക, അഹിംസ ഉണ്ടായിരുന്നു, വയലൻസ് ഇല്ല, അതുപോലെ സത്യം, അതുപോലെ ആത്മശുദ്ധി, നമ്മൾ അനീതിക്കെതിരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിരോധം, ഈ കാര്യങ്ങളൊക്കെയായിരുന്നു സത്യാഗ്രഹത്തിന്റെ ഘടകങ്ങൾ, പ്രധാന ഘടകങ്ങൾ. ഇനി അനീതിക്കെതിരെ സമാധാനപരമായ പ്രതിരോധം ഇതെല്ലാം ആയിരുന്നു നമ്മുടെ സത്യാഗ്രഹത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ഇനി സത്യാഗ്രഹത്തിന് കാരണമായ പ്രധാന നിയമം ഏതായിരുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം. സത്യാഗ്രഹത്തിന് കാരണമായ പ്രധാന നിയമം ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട്, ബ്ലാക്ക് ആക്ട് 96-ലായിരുന്നു ഈ ഒരു ആക്ട് വന്നിരുന്നത്. ഇതില് ഇന്ത്യക്കാര് അവരുടെ വിരല അടയാളം എടുത്ത് രജിസ്റ്റർ ചെയ്യണം. അത് ആ ഒരു കാർഡ്, അത് രജിസ്റ്റർ ചെയ്ത ഒരു കാർഡ് ഉണ്ടാവുമല്ലോ, ആ കാർഡ് ഇല്ലെങ്കിൽ അവര് ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം ഇതിനെതിരെ ഗാന്ധിജി വലിയൊരു പ്രസ്ഥാനം ആരംഭിച്ചു. ഈ ഒരു ആക്ട്, അതായത് ബ്ലാക്ക് ആക്ട് എന്നാണ് കേട്ടോ പറയുന്നത്, ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് 1906. അപ്പൊ അതിൽ നമ്മളുടെ ഇന്ത്യക്കാരുടെ വിരലടയാളം എടുത്തിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യണം. അത് കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, ജയിലിൽ പോയി കിടക്കണം എന്നായിരുന്നു ആ ഒരു ആക്ട്. അതിൽ ഇല്ലാത്ത പക്ഷം എന്താണ് എന്നുള്ളത്. അപ്പൊ ഗാന്ധിജി ഇതിനെതിരെ വലിയ പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചു. ഓക്കെ, ഇനി ഗാന്ധിസം ഇൻ മേക്കിംഗ്, ഗാന്ധിസത്തിന്റെ രൂപീകരണം എങ്ങനെയായി. നെക്സ്റ്റ്, ഗാന്ധിസം ഇൻ മേക്കിംഗ്, ഗാന്ധി സംഘത്തിന്റെ രൂപീകരണം. നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അതിൽ ഗാന്ധി സംഘത്തിന്റെ പ്രധാന തത്വങ്ങൾ സൃഷ്ടിച്ചു. ഗാന്ധി സംഘം രൂപീകരിക്കുകയും അതിന്റെ പ്രധാന തത്വങ്ങളൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഗാന്ധിസം ഉണ്ടായി. അതിൽ ഗാന്ധി സംഘത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന്റെ തത്വങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എസ്സേ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാം. അപ്പൊ അത് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, ആ തത്വങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി ഗാന്ധി സംഘത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അഹിംസ, ഒന്നാമത്തെ കാര്യം അഹിംസയാണ്. വയലൻസ് എന്ന പേരിൽ ഒന്നും അനുമതിയില്ല, വയലൻസ് ഇല്ല. അഹിംസയിൽ വയലൻസ് ഇല്ല, വയലൻസ് നെവർ. സത്യാഗ്രഹം മോറൽ ഫോഴ്സ് ഓവർ ഫിസിക്കൽ ഫോഴ്സ്. സത്യാഗ്രഹം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു അനീതിക്കെതിരെ നമ്മൾ സത്യാഗ്രഹം നടത്തുന്നു എന്നാണ്. മോറൽ ഫോഴ്സ് ഓവർ ഫിസിക്കൽ ഫോഴ്സ്. ഫിസിക്കൽ ഫോഴ്സിനെതിരെ നമ്മളൊരു മോറൽ ഫോഴ്സ് കൊണ്ടുവരിക. പിന്നെ സർവോദയയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ സർവജനോത്മക. ഇതാണ് നമ്മൾ എന്താ പറയാ, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു രീതിയിലാണ്. പിന്നെ ട്രസ്റ്റിഷിപ്പ്, പിന്നെ സമ്പത്തിന്റെ നന്മ സമൂഹത്തിനായി എന്നുള്ള കാര്യങ്ങളും സംഘത്തിന്റെ ഒരു തത്വമാണ്. പിന്നീട് കമ്മ്യൂണൽ ഹാർമണി, മതസൗഹാർദ്ദം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ലാസ്റ്റ് സിമ്പിൾ ലിവിംഗ്, ലളിതമായ ജീവിതം കൊണ്ടുപോവുക. അപ്പൊ ഇത്രയും 6 കാര്യങ്ങളാണ് നമ്മളെ ഗാന്ധി സംഘത്തിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക: അഹിംസ, സത്യാഗ്രഹം, സർവോദയ, ട്രസ്റ്റിഷിപ്പ്, കമ്മ്യൂണൽ ഹാർമോണി ആൻഡ് ലാസ്റ്റ് വൺ സിമ്പിൾ ലിവിംഗ്. ഇത്രയുമായിരുന്നു ഗാന്ധി സംഘത്തിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഗാന്ധിസം ഇൻ മേക്കിംഗ് എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇനി ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോണിക് സെറ്റിൽമെന്റ് 1904 അദ്ദേഹം ആ സ്ഥാപനം രൂപീകരിച്ചത്. പിന്നീട് ടോൾസ്റ്റോയി ഫാം 1910 അദ്ദേഹം ആ ഒരു സ്ഥാപനം രൂപീകരിച്ചു. ഇതെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം സത്യാഗ്രഹ പരിശീലനത്തിലേക്കുള്ള കേന്ദ്രങ്ങളായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നീട് വംശീയതയോടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം. എൻകൗണ്ടേഴ്സ് വിത്ത് അപ്പാർട്ടൈഡ്, വംശീയത ഒരുപാട് അവിടെ ഉണ്ടാവുകയും അതിലെങ്ങനെയാണ് ഗാന്ധിജി ഏറ്റുമുട്ടലുകൾ നടത്തിയതെന്ന് നോക്കാം. ബ്ലാക്ക് ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക വിരലടയാളം കൊണ്ട്, അതായത് ഒരു കാർഡ് ഉണ്ടാവും, ആ കാർഡ് ഇല്ലാത്തവരെ നേരെ ജയിലിലേക്ക് അടയ്ക്കുന്നു. ആ ഒരു ആക്ട് കൊണ്ടുവന്നു. അപ്പൊ അതിനെതിരെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി. പിന്നെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ഒരു പോരാട്ടം അവിടെ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ വിവാഹങ്ങളൊന്നും നിയമത്തിനെതിരായ അംഗീകരിക്കാതിരിക്കുക, അതായത് നിയമത്തിനെതിരായ സമരം ഉണ്ടായി. പലപ്പോഴും തടവിലാക്കലുകളായിരുന്നു.
ഒരു നമുക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ഈ വംശീയത എന്നുള്ള ആ ഒരു വലിയ കാര്യങ്ങൾ കൊണ്ട് തടവിലാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ എല്ലാ അനുഭവങ്ങളും ഒക്കെ അദ്ദേഹത്തെ ആഗോള നേതാവാക്കി മാറ്റി. കാരണം പലയിടത്തും ഇതേ അവസ്ഥകൾ എല്ലാവരും നേരിടുകയും അങ്ങനെ അദ്ദേഹത്തെ ഒരു ആഗോള നേതാവായി മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വംശീയതയോടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് എന്നുള്ളത് നോക്കുക. ഇനി അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ മാറ്റി എന്നുള്ളതൊന്ന് നോക്കാം. അപ്പം അദ്ദേഹം സത്യാഗ്രഹം ഇന്ത്യയിൽ പ്രയോഗിക്കാൻ പരിശീലനം നേടിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലെ, ആ ഒരു കാരണം സത്യാഗ്രഹമൊക്കെ ആയിരുന്നു അദ്ദേഹം രൂപീകരിക്കുകയും സത്യാഗ്രഹം സമരങ്ങളായിരുന്നു അവിടെ അദ്ദേഹം ഏറ്റുമുട്ടലുകളിലൂടെ സത്യാഗ്രഹ സമരമൊക്കെയായിരുന്നു നടത്തിയിരുന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ പ്രയോഗിക്കാൻ പരിശീലനം നേടിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസോബീഡിയൻസ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനമൊക്കെ ഇവിടെയാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തെ മാറ്റിയത് തന്നെ ഈ ഡിസോബീഡിയൻസും നോൺ കോപ്പറേഷനൊക്കെ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം അവിടെയായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് സിമ്പിളാക്കി പറയുന്നതാണ് കേട്ടോ, ഏറ്റവും സിമ്പിളാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ മെയിൻ പോയിന്റ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സുകളുടെ കൂടുതൽ ഒരു വായിക്കേണ്ട ഒരു ഇതിനെക്കാട്ടിലും നമ്മുടെ ആ മെയിൻ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുമല്ലോ, അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് നേരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തില്ല. അതുകൊണ്ടാണ് മെയിൻ പോയിന്റ്സ് മാത്രമായിട്ട് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി ഞാനൊന്ന് സമറൈസ് ചെയ്ത് പറയാം. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തി ഗാന്ധിജിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് യൂണിറ്റ് 3 നമ്മൾ പഠിക്കുന്നത്. അതിൽ 1893 അദ്ദേഹം നിയമകാര്യത്തിനായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുകയും അവിടെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന അതിക്രമങ്ങളൊക്കെ ഗാന്ധിജിയുടെ ആഴത്തിൽ ബാധിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നിയമവാദിയിൽ നിന്നും സാമൂഹിക രാഷ്ട്രീയ നേതാവിലേക്കുള്ള മാറ്റം ഉണ്ടായതും ആ ദക്ഷിണാഫ്രിക്കയിൽ ചെന്ന ശേഷമാണ്. ഇനി അവിടെ ചെന്നപ്പോഴുണ്ടായ വർണ്ണവിവേചനം, അത് നമ്മൾ നേരത്തെ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാർത്തൈഡ്, വർണ്ണവിവേചനം ഉണ്ടായത്. അദ്ദേഹം ഒരു വംശീയ വേർതിരിവ്, അവിടുത്തെ ഭരണകൂടം ശക്തമായൊരു വിവേചനം നടപ്പിലാക്കി. അതിൽ ഇന്ത്യക്കാർക്കൊരു പ്രധാന വിവേചനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെയിൽവേ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടെ അവിടെ നമുക്ക് യാത്ര ചെയ്യാനുള്ള അനുമതിയില്ല. അവരുടെ കൂടെ നോർമൽ ആയിട്ടുള്ള ഒരു പാസഞ്ചറുടെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ഉണ്ടാവില്ല, അനുഭവം ഉണ്ടായില്ല. അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് പീറ്റർ മാരിസ്ബർഗിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ട് കൂടി ഒരു യൂറോപ്യൻ യാത്രക്കാരന്റെ ഒരു പരാതി കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്നും ട്രെയിനിൽ നിന്നും തള്ളി മാറ്റുകയാണ് ചെയ്തത്, പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ കോടതിയിൽ ടർബൻ ധരിക്കാൻ നിരോധിക്കുകയുണ്ടായി. പിന്നെ മറ്റൊന്ന് താമസ സ്ഥലത്തും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലൊക്കെ ഒരുപാട് കർശന വേർതിരിവ് ഉണ്ടായി. ഇതൊക്കെ ഗാന്ധിജി നേരിട്ട അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനൊക്കെ ഇതൊരു കാരണമായി മാറുകയാണ് ചെയ്തത്. ഇനി ജെനസിസ് ഓഫ് സത്യാഗ്രഹത്തിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി സത്യാഗ്രഹം ആദ്യമായി അവിടെ നിന്നാണ് രൂപം കൊണ്ടത്. അപ്പൊ സത്യാഗ്രഹത്തിന്റെ പ്രധാന ഘടകങ്ങൾ, അതായത് സത്യാഗ്രഹത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അഹിംസ, വയലൻസ് നെവർ, നോൺ വയലൻസ് എന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ സത്യം, ആത്മശുദ്ധി, പിന്നീട് അനീതിക്കെതിരെയായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിരോധം. ഒരു വയലൻസ് അവിടെയില്ല, എല്ലാം സമാധാനപരമായിട്ടാണ് പ്രതിരോധിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു സത്യാഗ്രഹം ആദ്യമായി രൂപം കൊണ്ടു, സത്യാഗ്രഹത്തിന്റെ പ്രധാന ഘടകങ്ങൾ പറഞ്ഞു. ഇനി ഇതിന് കാരണമായ പ്രധാന നിയമം എന്ന് പറയുന്നത് ബ്ലാക്ക് ആക്ട് എന്നായിരുന്നു. അപ്പം ബ്ലാക്ക് ആക്ട് ഉണ്ടായത് 1960 ആണ്. 1960 ഈ ബ്ലാക്ക് ആക്ട് ഉണ്ടാവുകയും അതിൽ ഇന്ത്യക്കാരുടെ വിരലടയാളം എടുത്തിട്ട് അവർ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ കാർഡ് ഇല്ലെങ്കിൽ, ആ ഒരു കാർഡിൽ അവർക്കത് കാർഡ് ഇല്ലെങ്കിൽ അവരെ ഉടനെ എന്ത് ചെയ്യും, തടവിലയക്കും, ജയിലിലേക്ക് അയക്കും. അപ്പൊ ഇതിനെതിരെ ഗാന്ധിജി വലിയൊരു പ്രസ്ഥാനം ആരംഭിച്ചു. ഇനി നെക്സ്റ്റ് വൺ ഗാന്ധിസം ഇൻ മേക്കിംഗ്, അതായത് ഗാന്ധി സംഘത്തിന്റെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലൊക്കെ ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് ഗാന്ധി സംഘം രൂപീകരിക്കണമെന്നും ആ ഗാന്ധി സംഘത്തിലെ പ്രധാന തത്വങ്ങളൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഈ ഗാന്ധി സംഘത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യം തന്നെ അഹിംസ. വയലൻസ് എന്ന പേരിലൊന്നും അനുമതിയില്ല, വയലൻസ് ഇല്ല എന്നുള്ളതാണ്. സത്യാഗ്രഹം, മോറൽ ഫോഴ്സ് ഓവർ ഫിസിക്കൽ ഫോഴ്സ് എന്നുള്ളതാണ്. മറ്റൊന്ന് സബോധയ, സർവജനോത്മകത. മറ്റൊന്ന് ട്രസ്റ്റ്ഷിപ്പ്,
അതായത് സമ്പത്തിന്റെ നന്മ സമൂഹത്തിനും കൂടി വേണ്ടിയിട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. പിന്നെ കമ്മ്യൂണൽ ഹാർമോണി, സൗഹാർദ്ദം. മറ്റൊന്ന് സിമ്പിൾ ലിവിംഗ്, ലളിതമായി ഉള്ള ജീവിത രീതി. ഇത്രയുമായിരുന്നു ഗാന്ധി സംഘത്തിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് ചൊല്ലി സത്യാഗ്രഹത്തിന്റെയൊക്കെ ഒരു പരിശീലന കേന്ദ്രങ്ങളായി 2 സ്ഥാപനങ്ങൾ അദ്ദേഹം രൂപീകരിച്ചിരുന്നു. ആ സ്ഥാപനങ്ങളുടെ പേരെന്ന് പറയാം ഫോണിക്സ് സെറ്റിൽമെന്റും ടോൾസ്റ്റോയി ഫാം. ഈ 2 അദ്ദേഹം സത്യാഗ്രഹ പരിശീലന കേന്ദ്രങ്ങളാക്കുകയും ചെയ്തു, ഈ 2 സ്ഥാപനങ്ങളും. അതിൽ ഫോണിക്സ് സെറ്റിൽമെന്റ് സ്ഥാപനം സ്ഥാപിച്ചത് 1904-ലും 1904-ലും ടോൾസ്റ്റോയി ഫോം 1910-ലുമാണ് രൂപീകരിച്ചത്. അത് പിന്നീട് പരിശീലന കേന്ദ്രം, സത്യാഗ്രഹ പരിശീലന കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. ഇനി എൻകൗണ്ടേഴ്സ് വിത്ത് അപ്പാർട്ടൈഡ്, വംശീയതയോടുള്ള ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ബ്ലാക്ക് ആക്ട് അല്ലെ, ഇന്ത്യക്കാർക്ക് പ്രത്യേകം വിരലടയാളം നടത്തുന്നു, അത് ആ ഒരു ബ്ലാക്ക് ആക്ടിനെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം, തൊഴിലിടങ്ങളിലൊക്കെ വേർതിരിവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായിട്ടുള്ള പോരാട്ടം ഉണ്ടായി. ഇന്ത്യൻ വിവാഹങ്ങളെ അംഗീകരിക്കാത്തൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഒരു സമരം ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഈ ഒരു സമരങ്ങളൊക്കെ കാരണം, ഏറ്റുമുട്ടലുകൾ കാരണം പലപ്പോഴും തടവല് ആക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു ആഗോള നേതാവായി മാറ്റി. കാരണം ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ആഗോള നേതാവായി മാറുകയായിരുന്നു. ഇനി ദക്ഷിണാഫ്രിക്കയിലെ ആ പല അനുഭവങ്ങളും അദ്ദേഹത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് മാറ്റിയതെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു സത്യാഗ്രഹം ആദ്യമേ രൂപീകരിച്ചത് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഈ ഒരു കാരണങ്ങളെ കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ പ്രയോഗിക്കാൻ പരിശീലനം നേടിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇതെങ്ങനെ നേരിടണം എന്നുള്ളത്, ആ ഒരു വർണ്ണവിവേചനമൊക്കെ ഒരു കാരണമാണ്. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം നോൺ കോപ്പറേഷനും സിവിൽ ഡിസബിയഡൻസും തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ഇവിടെയാണ്. അപ്പം എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഇത് എങ്ങനെ മാറ്റി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു വർണ്ണവിവേചനം തൊട്ട് നിങ്ങൾക്ക് എഴുതാം. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടെങ്കിൽ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം തൊട്ട് അവിടെ പീറ്റർ മാറ്റൽബർഗിൽ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടെ ഒരു യൂറോപ്യൻ യാത്രികന്റെ പരാതി മൂലം അദ്ദേഹത്തെ അവിടുന്ന് തള്ളിയിറക്കുകയും അങ്ങനെ അദ്ദേഹം അവിടുന്ന് വർണ്ണവിവേചനം ആദ്യമായി നേരിടുകയും ഒക്കെ ചെയ്തു തുടങ്ങി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം സത്യാഗ്രഹം ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ പിന്നെ താമസ സ്ഥലത്തൊക്കെയുള്ള വേർതിരിവ്, ബ്ലാക്ക് ആക്ട് കാരണം ഒക്കെ അദ്ദേഹത്തിന് എന്താക്കി മാറ്റി? ഒരു സ്വാതന്ത്ര്യ സത്യാഗ്രഹം സമരം അദ്ദേഹത്തിന് കാരണമാവുകയും ആ പരിശീലനം അവിടുന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം നേരിടുകയും ചെയ്തു. സത്യാഗ്രഹം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, സത്യാഗ്രഹത്തിന്റെ ആ ഒരു സമരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ ഗാന്ധി സംഘത്തിന്റെ രൂപീകരണത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഈ കാരണങ്ങളെല്ലാം ഉൾപ്പെടുത്തി എഴുതിയാൽ തന്നെ നമ്മുടെ ഒരു എസ്സേ ആയി. എല്ലാം വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ പോയിന്റ്സ് മാത്രം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പിന്നെ നിങ്ങൾ അത് വിപുലീകരിച്ച് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ എസ്സേ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ പോയിന്റ്സ് മാത്രം മനസ്സിലോർത്താൽ മതി. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ മാറ്റിയത്, ഈ ഒരു സത്യാഗ്രഹ പരിശീലനം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കിട്ടിയത് മൂലം. ഇനി നോൺ കോപ്പറേഷൻസും സിവിൽ ഒബീഡിയൻസും തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അടിസ്ഥാനവും ഇവിടെ നിന്നാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും ഒന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് പ്രിൻസിപ്പിൾ urge individual to consider themselves trustors of their wealth utilizing it for the benefit of society? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ തത്വങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ആ തത്വങ്ങളിൽ ഉണ്ടായിരുന്നാണ് അത് നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് സമൂഹത്തിനും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതെന്തായിരുന്നു? അത് ട്രസ്റ്റിഷിപ്പ്, അതിന് പറയുന്നതാണ് ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത്. ആ ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു അത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധി ഇനിഷ്യേറ്റ് ടു വോക്സ്വർത്ത് സത്യാഗ്രഹ, എ സിഗ്നിഫിക്കന്റ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഒപ്രസീവ് പാസ് ലോസ് ഇൻ സൗത്ത് ആഫ്രിക്ക? ഏത് ഇയറിലായിരുന്നു അത്? 1913, 1913. ഇനി വാട്ട് ലെജിസ്ലേഷൻ പാസ്ഡ് 1914 brought an end to discriminatory pass laws in South Africa following Gandhi's resistance effort? ഏതായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്നതാണ്. ഇന്ത്യൻ റിലീഫ് ആക്ട് 1940, ഈ ഒരു ആക്ട് ആയിരുന്നു അത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ
നദാൽ ഇന്ത്യൻ കോൺഗ്രസ് NIC ഇൻ സൗത്ത് ആഫ്രിക്ക. എന്തായിരുന്നു അവരുടെ പ്രൈമറി പർപ്പസ്? എന്തായിരുന്നു അത്? ഇന്ത്യൻ റൈറ്റ്സ് ആൻഡ് ചാലഞ്ചിങ് ഡിസ്ക്രിമിനറി പോളിസീസ്. നമുക്കറിയാലോ അവിടെ ഒരുപാട് ഇന്ത്യക്കാർ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അതിനു വേണ്ടിയുള്ള ഇന്ത്യൻ റൈറ്റ്സും ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിസ്ക്രിമിനറി പോളിസീസും ഇന്ത്യക്കാർക്ക് നേരിട്ടുള്ള ആധിക്ഷേപങ്ങളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നദാൽ ഇന്ത്യൻ കോൺഗ്രസ് NICയുടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഇനി who generously allowed Gandhi and around 70 to 80 others to occupy the Tolstoy farm during his Satyagraha campaign in South Africa. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൗത്ത് ആഫ്രിക്കയിലെ ആ ടോൾസ്റ്റോയ് ഫാം ഒക്കെ സ്ഥാപിച്ചെങ്കിലും അത് സത്യാഗ്രഹത്തിന് പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ആരായിരുന്നു അത് അലൗ ചെയ്തത് ആ ഒരു കാര്യം? അപ്പൊ അത് അലൗ ചെയ്ത ആളുടെ പേരാണ് ഹെർമനൻ കലേബ. ഓക്കെ, ഹെർമനൻ കലേബ. മറ്റൊരു ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ഗാന്ധി എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് ആശ്രം ഇൻ സൗത്ത് ആഫ്രിക്ക? ആദ്യത്തെ ആശ്രമം എന്നായിരുന്നു രൂപീകരിച്ചത്? ആശ്രമത്തിന്റെ പേര് ഓർക്കണം. ആശ്രമം ഉണ്ടാക്കിയത് 1904 1904 ഫിനിക്സ് എന്നുള്ള പേരിലുള്ളതായിരുന്നു അത്. അപ്പം ടോൾസ്റ്റോയ് ഫാമും ഫിനിക്സ് സെറ്റിൽമെന്റ്സും 1914 ഈ രണ്ട് സ്ഥാപനങ്ങളായിരുന്നു ഉണ്ടാക്കിയത്. 1904 ആദ്യത്തെ ആശ്രമം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പിന്നെ ഈ ഒരു പോയിന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എസ്സേ എഴുതാനുള്ള കാര്യങ്ങളെല്ലാം ഈ രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് വലിച്ചു വാരി പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എസ്സേ ഒക്കെ എഴുതാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സുകൾ മാത്രം നോക്കി പഠിച്ചാൽ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ യൂണിറ്റ് 3 കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ അടുത്ത ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.